ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ സ്കൂൾ കെമിസ്ട്രി. ഇന്ന് നമുക്ക് CBSE സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 10th ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സസൈസസിൻ്റെ ബാക്കി നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1 to 6 ക്വസ്റ്റ്യൻസ് എക്സസൈസിലേത് സോൾവ് ചെയ്തായിരുന്നു. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 to ക്വസ്റ്റ്യൻ നമ്പർ 14 വരെയുള്ളത് ഡിസ്കസ് ചെയ്യാം. Question number 7. Write the balanced chemical equations for the following reactions. First one, calcium hydroxide plus carbon dioxide is giving calcium carbonate plus water. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതാം. ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ. കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല എന്താ? CaOH twice plus carbon dioxide is CO2 is giving calcium carbonate, that is CaCO3 plus water, that is H2O. ഇനി നമുക്ക് ആറ്റംസ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ ആണോ എന്ന് നോക്കാം. കാൽസ്യം എത്ര ആറ്റം ഉണ്ട്? 1 ആറ്റം. പ്രോഡക്റ്റ് സൈഡിൽ കാൽസ്യം 1 ആറ്റം. ഇനി റിയാക്റ്റൻറ്റ് സൈഡിൽ ഓക്സിജൻ നോക്ക് 2 ആറ്റംസ് ഉണ്ട്, പ്ലസ് ഇവിടെയും 2 ആറ്റംസ് ഉണ്ട്. സോ 2 + 2 4 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ഹൈഡ്രജൻ ഓക്കെ, റൈറ്റ് സൈഡിൽ ഓക്സിജൻ ആറ്റംസ് എത്ര ഉണ്ട്? ഇവിടെ 3 + 1 4. സോ റൈറ്റ് സൈഡിലും ഓക്സിജൻ ആറ്റംസ് സെയിം ആണ്. അടുത്ത എന്താ നോക്കുക? കാർബൺ റിയാക്റ്റൻറ്റ് സൈഡിൽ ഉള്ളി 1 കാർബൺ ആറ്റം, പ്രോഡക്റ്റ് സൈഡിലും ഉള്ളി 1 കാർബൺ ആറ്റം. റിയാക്റ്റൻറ്റ് സൈഡിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റംസ്. പ്രോഡക്റ്റ് സൈഡിലും 2 hydrogen atoms. That means the equation is already balanced. Next question. Zinc plus silver nitrate is giving zinc nitrate plus silver. Zinc in the chemical formula Zn. Silver nitrate in the AgNO3. Zinc nitrate in the formula എന്താ? ZnNO3 twice plus silver in the Ag. ഇനി ഇത് നമുക്ക് ആറ്റംസ് കൗണ്ട് ചെയ്യാൻ തുടങ്ങാം. ലെഫ്റ്റ് സൈഡിൽ റിയാക്റ്റൻറ്റ് സൈഡിൽ സിങ്കിന് 1 ആറ്റം, പ്രോഡക്റ്റ് സൈഡിലും 1 ആറ്റം ഓഫ് സിങ്ക് ആണുള്ളത്. റിയാക്റ്റൻറ്റ് സൈഡിൽ 1 ആറ്റം ഓഫ് സിൽവർ, പ്രോഡക്റ്റ് സൈഡിൽ 1 ആറ്റം ഓഫ് സിൽവർ. റിയാക്റ്റൻറ്റ് സൈഡിൽ NO3 എന്ന് പറയുന്ന എൻറ്റിറ്റി ഒരെണ്ണമാണുള്ളത്, പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ NO3 എന്ന് പറയുന്ന എൻറ്റിറ്റി 2 എണ്ണമുണ്ട്. ട്വൈസ് കൊടുത്തേക്കുന്നുണ്ട്, 2 എണ്ണമുണ്ട്. സോ നമുക്കതിനെ ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഈ സിൽവർ നൈട്രേറ്റിൻ്റെ മുന്നിൽ 2 കോഎഫിഷ്യൻറ്റ് കൊടുക്കാം. ഇപ്പോൾ എന്തായി? 2 മോളിക്യൂൾസ് ഓഫ് AgNO3 ആയി. അപ്പോൾ ഇപ്പോൾ സിൽവർ ആറ്റത്തിൻ്റെ എമൗണ്ട് മാറിയില്ലേ? ഇവിടെ 2 സിൽവർ ആറ്റംസ് ഉണ്ട്, പക്ഷേ ഇവിടെ ഇപ്പം 1 സിൽവർ ആറ്റമേ ഉള്ളൂ. സോ അത് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിവിടെയും 2 എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് കൊടുക്കുന്നു. സോ ഇപ്പം ലെഫ്റ്റ് സൈഡിൽ AgNO3 2 ആറ്റംസ് ഉണ്ട്, റൈറ്റ് സൈഡിലും AgNO3 2 ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ എല്ലാം ബാലൻസ്ഡ് ആയില്ലേ? സിങ്ക് 1 ആറ്റം 1 ആറ്റം, സിൽവർ 2 ആറ്റംസ്, സിൽവർ 2 ആറ്റംസ്. നൈട്രജൻ എൻറ്റിറ്റി 2 എൻറ്റിറ്റീസ് ഉണ്ട്, ഇവിടെയും ട്വൈസ് ആണ്. സോ ദ ഇക്വേഷൻ ഇസ് നൗ ബാലൻസ്ഡ്. സി പാർട്ട് നോക്കാം. അലുമിനിയം പ്ലസ് കോപ്പർ ക്ലോറൈഡ് ഈസ് ഗിവിങ് അലുമിനിയം ക്ലോറൈഡ് പ്ലസ് കോപ്പർ. അലുമിനിയത്തിൻ്റെ ഫോർമുല Al, കോപ്പർ ക്ലോറൈഡിൻ്റേത് CuCl2, അലുമിനിയം ക്ലോറൈഡിൻ്റേത് AlCl3 പ്ലസ് കോപ്പറിൻ്റേത് Cu. ഇനി നമുക്ക് ആറ്റംസ് കൗണ്ട് ചെയ്യാൻ തുടങ്ങാം. അലുമിനിയം ലെഫ്റ്റ് സൈഡിൽ 1 ആറ്റം, റൈറ്റ് സൈഡിലും 1 ആറ്റം. കോപ്പർ ലെഫ്റ്റ് സൈഡിൽ 1 ആറ്റം, കോപ്പർ റൈറ്റ് സൈഡിൽ 1 ആറ്റം. ക്ലോറിൻ ആറ്റംസ് 2 ഓൺ റിയാക്റ്റൻറ്റ് സൈഡ്, 3 ക്ലോറിൻ ആറ്റംസ് ഓൺ പ്രോഡക്റ്റ് സൈഡ്. സോ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലോറിൻ ആറ്റത്തിൻ്റെ എമൗണ്ട് റിയാക്റ്റൻറ്റ് സൈഡിൽ കൂട്ടണം. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സപ്പോസ് നമ്മളിതിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് 2 മോളിക്യൂൾസ് ആക്കിയെന്ന് വിചാരിക്കാം. സോ ഇപ്പോൾ ക്ലോറിൻ എത്രയായി? 2 × 2 4 ക്ലോറിൻ ആറ്റംസ് ആയി. ഇവിടെയോ? ഇവിടെ ഇപ്പോഴും 3 ക്ലോറിൻ ആറ്റംസേ ഉള്ളൂ. സോ ഇതിനെ ഇൻക്രീസ് ചെയ്യാൻ വീണ്ടും ഞാൻ ഇവിടെ 2 ആഡ് ചെയ്താൽ എന്ത് പറ്റും? 2 3s are ഇവിടെ 6 ആകും. 6 ക്ലോറിൻ ആറ്റംസ് ആകും. സോ ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ നമുക്കൊരിക്കലും ക്ലോറിൻ ആറ്റംസ് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 × 3 6 ക്ലോറിൻ ആറ്റംസ് ആകും. 2 കോഎഫിഷ്യൻറ്റ് കൊടുത്താൽ ഈ 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലോ 2 × 3 6 ക്ലോറിൻ ആറ്റംസ് ആവും. ഇപ്പോൾ ക്ലോറിൻ ബാലൻസ്ഡ് ആയില്ലേ?
2 into 3, 6 chlorine atoms. 3 into 2, 6 chlorine atoms. So chlorine balanced ആയി. ഇപ്പോഴ് നമ്മളുടെ അലുമിനിയം റിയാക്ഷൻ സൈഡിൽ 1 ആറ്റമേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ 2 ആറ്റംസ് ഉണ്ട്. സോ അതിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ അലുമിനിയത്തിൻ്റെ ഫ്രണ്ടിൽ 2 കോഎഫിഷ്യൻ്റ് കൊടുക്കുന്നു. ഇപ്പോൾ അലുമിനിയം ബാലൻസ്ഡ് ആയി. കോപ്പർ റിയാക്ഷൻ സൈഡിൽ 3 ആറ്റംസ് ഉണ്ട്, പ്രോഡക്റ്റ് സൈഡിൽ 1 ഉള്ളൂ. സോ നമ്മളിവിടെ ബാലൻസ് ചെയ്യാൻ 3 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ക്ലോറിൻ 2 3s are 6, ഇവിടെയും 2 3s are 6 chlorine atoms. So now the equation is balanced. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് ശ്രദ്ധിക്കാം. ബേരിയം ക്ലോറൈഡ് പ്ലസ് പൊട്ടാസ്യം സൾഫേറ്റ് ഇസ് ഗിവിംഗ് ബേരിയം സൾഫേറ്റ് പ്ലസ് പൊട്ടാസ്യം ക്ലോറൈഡ്. ബേരിയം ക്ലോറൈഡിൻ്റെ ഫോർമുല എന്താ? BaCl2. പൊട്ടാസ്യം സൾഫേറ്റിൻ്റേതോ K2SO4 ഇസ് ഗിവിംഗ് ബേരിയം സൾഫേറ്റ് BaSO4 പ്ലസ് പൊട്ടാസ്യം ക്ലോറൈഡിൻ്റേത് KCl. Now start counting the number of atoms on left side and right side. ബേരിയം ലെഫ്റ്റ് സൈഡിൽ എത്ര ഉണ്ട്? 1 atom. റൈറ്റ് സൈഡിലും 1 atom. ക്ലോറിൻ 2 atoms but only 1 atom of chlorine on product side. പൊട്ടാസ്യമോ 2 atoms, ഇവിടെ only 1 atom. സൾഫേറ്റ് ഗ്രൂപ്പോ 1 സൾഫേറ്റ് ഗ്രൂപ്പ്, ഇവിടെയും 1 സൾഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ആകെ വ്യത്യാസം എന്തിനു മാത്രമേ ഉള്ളൂ? പൊട്ടാസ്യത്തിനും ക്ലോറിനും മാത്രമേ ഉള്ളൂ. സോ ഇവിടെ കോഎഫിഷ്യൻറ്റ് 2 ആഡ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം ആറ്റംസ് 2 ആകും, ക്ലോറിൻ ആറ്റംസും 2 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ആറ്റംസ് ഓൺ റിയാക്റ്റൻറ്റ് സൈഡ്. സോ ദ ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ്. Now let us move on to the 8th question. Write the balanced chemical equation for the following and identify the type of reaction in each case. First part, potassium bromide plus barium iodide is giving potassium iodide plus barium bromide. തന്നിരിക്കുന്ന വേർഡ് ഇക്വേഷൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആദ്യം എഴുതണം. സെക്കൻഡ്, നമ്മൾ ആ ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. തേർഡ്, അതേത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പൊട്ടാസ്യം ബ്രോമൈഡ് ഇസ് KBr, barium iodide BaI2, potassium iodide is Ki and barium bromide is BaR2. ഇനി നമുക്ക് ആറ്റംസ് കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. പൊട്ടാസ്യം 1 ആറ്റം, പ്രോഡക്റ്റ് സൈഡിലും 1 ആറ്റം. ബ്രോമിൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 1 ആറ്റം, പ്രോഡക്റ്റ് സൈഡിൽ 2 ആറ്റംസ്. ബേരിയം റിയാക്റ്റൻറ്റ് സൈഡിൽ 1 ആറ്റം, പ്രോഡക്റ്റ് സൈഡിൽ 1 ആറ്റം. അയഡിൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ആറ്റംസ്, പ്രോഡക്റ്റ് സൈഡിലും 1 ആറ്റം. സോ നമുക്ക് ആദ്യം എയ്തർ അയഡിനെ അല്ലെങ്കിൽ ബ്രോമിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ നമ്മളിപ്പോൾ സപ്പോസ് ബ്രോമിനെയാണ് ബാലൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ 2 ആറ്റംസ് ഓഫ് ബ്രോമിനും ഇവിടെ 1 ആറ്റം ഓഫ് ബ്രോമിനും ആണുള്ളത്. സോ നമ്മളതിൻ്റെ കോഎഫിഷ്യൻ്റായിട്ട് 2 കൊടുക്കുന്നു. സോ ഇപ്പം റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ബ്രോമിൻ ആറ്റംസ് ആയി, പ്രോഡക്റ്റ് സൈഡിലും 2 ബ്രോമിൻ ആറ്റംസ് ആയി. അത് ബാലൻസ്ഡ് ആയി. അടുത്തത് അയഡിൻ. അയഡിൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 2 അയഡിൻ ആറ്റംസ് ആണ്. സോ നമ്മൾ പ്രോഡക്റ്റ് സൈഡിൽ 2 അയഡിൻ ആറ്റംസ് ആക്കാനായിട്ട് ഇവിടെ നമുക്ക് 2 എന്നുള്ള കോഎഫിഷ്യൻ്റ് കൊടുക്കാം. ഇനി നോക്കിയേ, നമ്മുടെ പൊട്ടാസ്യം ലെഫ്റ്റ് സൈഡിൽ 2 ആറ്റംസ് ആയി, റൈറ്റ് സൈഡിൽ 2 ആറ്റംസ് ആയി. ബ്രോമിൻ ലെഫ്റ്റ് സൈഡിൽ 2 ആറ്റംസ് ആയി, റൈറ്റ് സൈഡിലും 2 ആറ്റംസ് ആയി. ബേരിയം റിയാക്റ്റൻറ്റ് സൈഡിൽ 1 ആറ്റം, പ്രോഡക്റ്റ് സൈഡിലും 1 ആറ്റം. അയഡിൻ റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ആറ്റംസ്, പ്രോഡക്റ്റ് സൈഡിലും 2 ആറ്റംസ്. സോ നൗ ദ ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ഇനി ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് നമ്മൾ പറയണം. പൊട്ടാസ്യത്തിൻ്റെ കൂടെയുള്ള അയോൺ ഏതാണ്? ബ്രോമിൻ. ബേരിയത്തിൻ്റെ കൂടെയോ? അയഡിൻ. പക്ഷെങ്കിൽ പ്രോഡക്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പൊട്ടാസ്യം അയഡിനുമായിട്ടും ബേരിയം ബ്രോമിനുമായിട്ടും കമ്പൈൻ ചെയ്തിരിക്കുന്നത് കാണാം. That is, potassium has displaced barium from barium iodide and has formed potassium iodide. Barium iodide has replaced bromine from potassium bromide and has formed barium bromide. So this is a double displacement reaction. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. സിങ്ക് കാർബണേറ്റ് ഇസ് ഗിവിംഗ് സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. സിങ്ക് കാർബണേറ്റിൻ്റെ ഫോർമുല എന്താ? ZnCO3. സിങ്ക് ഓക്സൈഡിൻ്റേതോ?
ZnO. കാർബൺ ഡൈ ഓക്സൈഡിൻ്റേത് CO2. ഇതിൻ്റെ അകത്ത് റിയാക്റ്റൻറ്റ് സൈഡിൽ സിങ്കിൻ്റെ 1 ആറ്റം, പ്രോഡക്റ്റ് സൈഡിൽ സിങ്കിൻ്റെ 1 ആറ്റം. കാർബൺ എത്ര ആറ്റംസ് ഉണ്ട്? 1. പ്രോഡക്റ്റ് സൈഡിൽ കാർബൺ എത്ര ആറ്റം ഉണ്ട്? 1 ആറ്റം. റിയാക്റ്റൻറ്റ് സൈഡിൽ 3 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിൽ 1 + 2, ദാറ്റ് ഈസ് 3 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ദാറ്റ് മീൻസ് ദ ഇക്വേഷൻ ഈസ് ഓൾറെഡി ബാലൻസ്. ഇതിനെ ഇനി പ്രത്യേകിച്ച് ബാലൻസ് ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്കിത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് നോക്കണം. ഓക്കെ, സിങ്ക് കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ മോളിക്യൂൾ നമുക്ക് 2 or more സിംപ്ലർ മോളിക്യൂൾസിനെ തന്നിരിക്കാം. ഇവിടെ 2 സിംപ്ലർ മോളിക്യൂൾസിനെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതെന്ത് റിയാക്ഷനാണ്? ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. സി പാർട്ട് എന്ന് പറയുന്നത് ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ഇസ് ഗിവിങ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ്റേത് H2, ക്ലോറിൻ്റേത് Cl2, HCl എന്ന് പറയുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇത് നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ആറ്റംസ്, ലെഫ്റ്റ് സൈഡിൽ 2 ക്ലോറിൻ ആറ്റംസ്, റൈറ്റ് സൈഡിലോ 1 ഹൈഡ്രജൻ ആറ്റവും 1 ക്ലോറിൻ ആറ്റവും മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും ആറ്റത്തിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ 2 എന്ന് കൊടുക്കുന്നു. സോ നൗ ദ ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ് ആൻഡ് നോക്കിയേ, 2 or more reactants combine to give a single product. So this is an example for combination reaction. Last part, magnesium plus hydrochloric acid is giving magnesium chloride plus hydrogen. Magnesiumത്തിന്റെ chemical formula Mg. Hydrochloric acidൻ്റേത് HCl. magnesium chlorideൻ്റേത് MgCl2. ഹൈഡ്രജൻ്റേത് H2. നിങ്ങൾക്ക് ഈ കെമിക്കൽ ഫോർമുലാസൊക്കെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. കെമിസ്ട്രിക്കകത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഞാനതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. ഇനി നമുക്ക് ആറ്റംസ് കൗണ്ട് ചെയ്യാൻ തുടങ്ങാം. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ മാഗ്നീഷ്യം 1 ആറ്റം, റൈറ്റ് സൈഡിൽ 1 ആറ്റം ഓഫ് മാഗ്നീഷ്യം. ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? only 1. റൈറ്റ് സൈഡിൽ 2. സോ ദാറ്റ് നീഡ് ടു ബി ബാലൻസ്. അടുത്തത് ക്ലോറിൻ ഒരാറ്റം, റിയാക്റ്റൻറ്റ് സൈഡിൽ, പ്രോഡക്റ്റ് സൈഡിൽ 2 ആറ്റംസ്. സോ ഹൈഡ്രജനും ക്ലോറിനും 2 ആറ്റംസ് വീതമുണ്ട് പ്രോഡക്റ്റ് സൈഡിൽ. റിയാക്റ്റൻറ്റ് സൈഡിൽ 1 ആറ്റം വീതമേ ഉള്ളൂ. സോ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ 2 കൊടുക്കാം. ഇവിടെ 2 കൊടുത്തപ്പം 2 ഹൈഡ്രജനായി റിയാക്റ്റൻറ്റ് സൈഡിൽ, 2 ക്ലോറിനുമായി റിയാക്റ്റൻറ്റ് സൈഡിൽ. സോ നൗ ദ ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസിൻ്റെയും പിന്നെ എല്ലാ റിയാക്ഷൻസിൻ്റെയും സിമ്പിൾ ഡെഫിനിഷൻസ് വാട്ട് യു ഹാവ് ലേൺഡ് എന്ന് പറഞ്ഞൊരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. മൂവിങ് ഓൺ ടു ദ 9th ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് വൺ മീൻ ബൈ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്? ഗിവ് എക്സാമ്പിൾസ്. Reactions in which energy is given out along with the products are called exothermic reactions. Reactions in which energy is absorbed are known as endothermic reactions. This is an example for exothermic reaction. Calcium oxide plus H2O is giving calcium hydroxide. An example for endothermic reaction is calcium carbonate when heated gives calcium oxide plus carbon dioxide. All decomposition reactions can be taken as examples for endothermic reaction. Question number 10. Why is respiration considered an exothermic reaction? Explain. നമ്മുടെ ബോഡിയിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന 2 പ്രോസസ്സാണ് റെസ്പിറേഷനും ഡൈജഷനും. റെസ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓക്സിജൻ പോകുന്നുണ്ട്. ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ്സ് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഈ ഗ്ലൂക്കോസും നമ്മൾ റെസ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസിനെ നമ്മൾ എന്താ വിളിക്കുക? എക്സോതെർമിക് റിയാക്ഷൻസ്. സോ റെസ്പിറേഷൻ ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. That is, when we respire, our body takes in oxygen. Also, when we take food containing carbohydrates, they are broken down to form glucose. This glucose combines with oxygen in the cell of our body obtained through respiration and provides energy. Since respiration produces energy, it is called an exothermic reaction. Why are decomposition reactions called the opposite of combination reactions? Write equation for these reactions. ഈ 2 റിയാക്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. കാൽസ്യം കാർബണേറ്റ്
decomposes to give calcium oxide and carbon dioxide. A single reactant is giving 2 or more simpler products. ഇനി അടുത്ത റിയാക്ഷൻ നോക്കിയേ, ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടായിരിക്കാം. ദാറ്റ് മീൻസ് 2 reactants combine to give a single product. നോക്കിയേ, ഇത് ഒരു സാധനത്തിൽ നിന്ന് പല സാധനങ്ങളുണ്ടാകുന്നു, ഇത് പല സാധനങ്ങളിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. സോ ഈ റിയാക്ഷൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്? ദാറ്റ് ഇസ് വൈ വി ക്യാൻ സേ decomposition reaction is opposite of combination reaction. In combination reaction, 2 or more substances combine to form a new single substance, while in decomposition reaction, a single substance decomposes to give 2 or more substances. Hence, combination reaction is the opposite of decomposition reaction. These are the two equations which are examples for decomposition and combination reactions. Moving on to question number 12. Write one equation each for decomposition reactions where energy is supplied in the form of heat, light or electricity. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഇക്വേഷൻ വെച്ച് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്നിൻ്റെയും 2 ഇക്വേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Calcium carbonate in the presence of heat gives calcium oxide plus carbon dioxide. Second equation, ferrous sulfate in the presence of heat gives ferric oxide plus sulfur dioxide plus sulfur trioxide. ഇനി ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡീകമ്പോസിഷൻ്റെ എക്സാമ്പിൾസ്, 2AgBr is giving 2Ag plus Br2, 2AgCl is giving 2Ag plus Cl2. ഫൈനലി ഇലക്ട്രിസിറ്റി വെച്ചിട്ട് ഇലക്ട്രോളിസിസ് നടക്കുന്ന റിയാക്ഷൻസിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഇക്വേഷൻസ് ആണ്. ആദ്യത്തേത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡികമ്പോസിഷൻ, 2H2 in the presence of electricity is giving 2H2O plus O2. അടുത്തത് വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ്, 2H2O in the presence of electricity is giving 2H2 plus O2. Question number 13. What is the difference between displacement and double displacement reactions? Write equations for these reactions. In a displacement reaction, a more reactive element displaces a less reactive element from a compound. In double displacement reaction, 2 atoms or a group of atoms are exchanged between the reactants. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ അകത്ത് സപ്പോസ് ബി എക്കാളും മോർ റിയാക്റ്റീവാണ് എ എങ്കിൽ ബി സി എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് ബി എ ഡിസ്പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് എ സി എന്ന് പറയുന്ന പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിലോ എ എന്ന അയോൺ സി എ അതിൻ്റെ പൊസിഷനിൽ നിന്ന് മാറ്റി അവിടെ കയറിയിരിക്കുന്നു, എന്നിട്ട് എ ഡി എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അതേസമയം സി എന്ന് പറയുന്ന ആറ്റമോ എ ബി എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ അകത്ത് എ മാറ്റിയിട്ട് സി ബി ആയിട്ട് മാറുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ തന്നിരിക്കുന്നത്. 2Ki plus Cl2 ഇസ് ഗിവിങ് 2KCl plus I2. ഇവിടെ അയഡിനെ ക്ലോറിൻ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് CuSO4 plus Zn ഇസ് ഗിവിങ് ZnSO4 plus Cu. കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ സിങ്ക് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന റിയാക്ഷനാണിത്. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾ, Na2SO4 plus BaCl2 ഇസ് ഗിവിങ് BaSO4 plus 2NaCl. ഇവിടെ സോഡിയവും ബേരിയവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് വൺ, 2KBr plus BaCl2 ഇസ് ഗിവിങ് 2KCl plus BaBr2. ഇവിടെ പൊട്ടാസ്യവും ബേരിയവും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. In the refining of silver, the recovery of silver from silver nitrate solution involved displacement by copper metal. Write down the reaction involved. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ്റെ അകത്തേക്ക് കോപ്പർ ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷനുള്ളിലെ സിൽവറിനെ കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യും. അവിടെ കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉണ്ടാവുന്നു. ആ ഡിസ്പ്ലേസ് ചെയ്ത സിൽവർ മെറ്റാലിക് സിൽവറായിട്ട് പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണ് സിൽവർ റിക്കവർ ചെയ്തെടുക്കുന്നത്. When copper is added to silver nitrate solution, copper displaces silver from the solution to form copper nitrate and metallic silver. 2AgNO3 plus Cu is giving 2Ag plus CuNO3 twice. ഇതാണ് ആ പ്രോസസ്സിൻ്റെ കെമിക്കൽ ഇക്വേഷൻ.
ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 to 20 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ കീപ് ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.